ഇനി നമുക്ക് നഗരസഭയിലേക്ക് തന്നെ പോകാം. മാത്തൂര്, കണ്ണാടി, പിരായിരി, പാലക്കാട് നഗരസഭ എന്നിവ ചേരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിധിയെഴുത്ത് പുരോഗമിക്കുന്നൊരു വേളയിൽ 38.47% പോളിംഗ് നില ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 12:45 വരെയുള്ള കണക്കുകളാണ് യഥാർത്ഥത്തിൽ എത്തുന്നത്. ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഏറ്റവും പുതിയ കണക്കുകൾ എത്തും. സച്ചിൻ നഗരസഭയിൽ നിന്നും ചേരുകയാണ്. സച്ചിൻ, എങ്ങനെയാണ് നഗരസഭയിലെ പോളിംഗ് ശതമാനം? അത് കഴിഞ്ഞ തവണത്തെ ഈ സമയവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അത് കൂടുതലാണോ, കുറവാണോ, ഭേദപ്പെട്ടതാണോ? ഏതർത്ഥത്തിലാണ് നമുക്ക് വിലയിരുത്താനാകുന്നത്? അജിംഷാദ്, നഗരസഭയിൽ ഇപ്പോൾ നിലവിലെ കണക്ക് പ്രകാരം 10% കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പോളിംഗ്. ഇപ്പോൾ അവസാനം വന്ന കണക്ക് പ്രകാരം 38.47% പോളിംഗ് ആണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ആകെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നഗരസഭയിലെ 34-ാം ബൂത്തിലാണ്. ഈ ബൂത്തിലടക്കം കഴിഞ്ഞ പ്രാവശ്യം ഈ ഉച്ച സമയം ആവുമ്പോൾ 1 മണി ആവുമ്പോഴേക്കും 50% മുകളിലേക്ക് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ 40% മുകളിൽ മാത്രമേ ഈ പറക്കുന്ന 34-ാം ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് നഗരസഭയിലും വലിയ രീതിയിലുള്ള വോട്ടിൽ ഒരു കുറവ് സംഭവിച്ചിരിക്കുകയാണ്. ഇത് ആർക്ക് നേട്ടമാവും എന്ന കാര്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത്. കാരണം മുൻകാലങ്ങളിലൊക്കെ പാലക്കാട് നഗരസഭയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചപ്പോൾ അത് BJPക്ക് ഗുണമായിരുന്നു. എന്നാൽ ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞത് BJPക്ക് അടക്കമുള്ള മുന്നണികൾക്ക് തിരിച്ചടിയാകും. LDFൻ്റെ ഒരു മുന്നേറ്റം നമ്മൾ ഇവിടെ ഈ നഗരസഭയിലെ വിവിധ ബൂത്തുകൾ സന്ദർശിച്ചപ്പോൾ അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം പാലക്കാടിനൊരു മാറ്റം ഉണ്ടാകണം എന്ന കാര്യം തന്നെയാണ് ഭൂരിഭാഗം വോട്ടർമാരും നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഇത്തവണ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകും. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നിരവധി വികസന പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരണം എന്ന കാര്യമാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണം. അത് ഇത്തവണ ഉണ്ടാകും എന്ന കാര്യം വിവിധ വോട്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വോട്ടിംഗ് ശതമാനം കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയോടുകൂടെ വീണ്ടും വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന കാര്യമാണ് ഇവിടുത്തെ വിവിധ പാർട്ടി നേതാക്കളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം വലിയ രീതിയിലുള്ളൊരു ചൂടാണ് പാലക്കാട്. രാഷ്ട്രീയ ചൂടിനൊപ്പം പൊള്ളുന്ന ചൂടാണ് പാലക്കാട് നഗരത്തിലും അതേപോലെ തന്നെ പാലക്കാടിൻ്റെ ഗ്രാമങ്ങളിലൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ നട്ടുച്ച നേരത്തും ബൂത്തുകളിൽ ക്യൂ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അത്ര പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം പോളിംഗിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി സാധിക്കും. രാവിലെ 7 മണി മുതൽ 10 മണി വരെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയതെങ്കിൽ 10 മണിക്ക് ശേഷം ഈ 1 മണി ആവുന്നത് വരെ വലിയ രീതിയിലുള്ളൊരു പോളിംഗ് ശതമാനം ആനുപാതികമായ വളർച്ച വോട്ടിംഗിൽ കാണുന്നില്ല എന്നുള്ളതാണ് നഗരസഭയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടതാണ്. അത് രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്ക് നിദാനമാകുന്ന നിരവധി സൂചകങ്ങൾ അതിലുണ്ട്.